സമാഗമത്തിൻ്റെ വേദിയിൽ ഇന്ന് അതിഥിയായെത്തുന്നത് ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ റെക്കോർഡുകൾക്കുടമയായ ഒരു സവിശേഷ വ്യക്തിത്വമാണ്. 140ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് മലയാളത്തിൽ ചരിത്രം കുറിച്ച എക്കാലത്തെയും മികച്ച ഹിറ്റ് മേക്കർ ശ്രീ ശശികുമാർ. നമസ്കാരം സർ. നമസ്കാരം. 140 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ്റെ മുമ്പിലാണ് ഞാനിരിക്കുന്നത്. എനിക്ക് എന്താണെന്ന് പറയാനറിയില്ല. കാരണം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ശശികുമാർ എന്നുള്ളൊരു പേര് സ്ക്രീനിൽ കണ്ടിട്ട് ഒരുപാട് കൈയടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രേം നസീർ, ഷീല, ജയഭാരതി, ഇങ്ങനെ നായകന്മാരോടൊപ്പം സാറിൻ്റെ പേരും, പിന്നെ ത്യാഗരാജ മാഷ് സംവിധാനം, സംഘടന സംവിധാനം. അപ്പോൾ അങ്ങനൊരു കാലം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ട്. ഒരു പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ സിനിമയിലേക്ക് വരാനുള്ളൊരു കാരണം സാറിൻ്റെ സിനിമകളാണ്. അത് ആ കാലത്തെ പ്രേക്ഷകർ അത്രമാത്രം ആകർഷിച്ച സിനിമകളാണ്. ഇന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ 140 സിനിമകൾ എത്ര വർഷം കൊണ്ടാണ് സാറ് സംവിധാനം ചെയ്തത്? മങ്ങുന്ന ഓർമ്മകളും കാഴ്ചയും കേൾവിയുമായി 78 നിൽക്കുന്ന ഞാൻ നിങ്ങൾക്ക് വിനീതമായൊരു നമസ്കാരം പറയും. നമസ്കാരം സർ. 1964 തോമസ് പിക്ചേഴ്സിന് വേണ്ടി ഒരാൾ കൂടി കള്ളനായി എന്ന ആദ്യത്തെ ചിത്രം അവസാനം അമേരിക്കയിൽ പോയി ഒരു ചിത്രം എടുത്ത്, അത് അവസാനത്തെ ചിത്രമായിരുന്നു. പത്മിനി കഥാനായികയായി അഭിനയിച്ച അവസാനത്തെ ചിത്രം ഡോളർ. പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. കാര്യം മുള്ളും മലരുകളും ഞങ്ങൾ കടന്നു വന്ന വഴിത്താരയിൽ ധാരാളമുണ്ട്. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. പുറപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരിൽ 80% പേർ ഇപ്പോഴില്ല, യാത്ര കഴിഞ്ഞ് പറഞ്ഞു പിരിഞ്ഞു. ഈ സമാഗമത്തിൽ സാറിൻ്റെ കൂടെ അതിഥികളായിട്ട് വരേണ്ട ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ സമാഗമത്തിൽ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ദുഃഖം എന്ന് തോന്നുന്നു. ഇപ്പോൾ സാർ ആദ്യം പറഞ്ഞു ഒരാൾ കൂടി കള്ളനായി എന്ന് പറയുന്ന സിനിമ, പി.എ. തോമസ് നിർമ്മിച്ച സിനിമ. സാറിൻ്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നതും ഉദയ സ്റ്റുഡിയോയിൽ നിന്നാണ്, ശരിയല്ലേ? ശരിക്കും ഞാൻ ചലച്ചിത്ര രംഗത്ത് കടന്നു വരുന്നത് ക്യാമറയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ടാണ്. നടനായിട്ടാണ്. വിശപ്പിൻ്റെ വിളി എന്ന ചിത്രത്തിൽ വില്ലനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ശരി, ഓക്കെ. കഥാനായകൻ പ്രേം നസീർ. 1954 ഈ തിരഞ്ഞെടുപ്പും അതിന് തുടർന്നുള്ള ചിത്രീകരണവും. 4 ഭാഷകളിലാണ് ആ ചിത്രം എടുത്തത്: മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡം. മലയാളം അല്ലാതെ യാതൊരു ഭാഷയും അന്ന് എനിക്കോ എൻ്റെ ആത്മമിത്രമായ നസീറിനോ അറിയില്ല. പക്ഷേ അന്നത്തെ ഇത് കാണാപ്പാടം പഠിച്ച് പറയേണ്ട ഒരു ചുറ്റുപാട്. അതിനെപ്പറ്റി പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോഴും സത്യത്തിൽ അതെങ്ങനെയൊക്കെ സാധിച്ചു എന്നുള്ളതിനെപ്പറ്റി ഇന്നും നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും അന്ന് ആരംഭിച്ച ഞങ്ങളുടെ ബന്ധം, നസീറിൻ്റെയും എൻ്റെയും ബന്ധം, അവിശ്വസനീയമായ രീതിയിൽ 140-ലേറെ ചിത്രങ്ങളിൽ ഞങ്ങൾ ഒന്നിക്കേണ്ടി വന്നു. മലയാളത്തിൽ ആദ്യത്തെ സ്റ്റണ്ട് ഞാനും നസീറും കൂടാണ് നടത്തിയത്. വിശപ്പിൻ്റെ വിളിക്ക് വേണ്ടി. സാറിൻ്റെ റോൾ എന്തായിരുന്നു? വില്ലൻ എന്ന് പറഞ്ഞാൽ നസീറിൻ്റെ കഥാനായികയെ വില്ലൻ കയറി ഹെഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ വില്ലൻ്റെ കൃതം. അങ്ങനെ ഹെഡ് ചെയ്യാൻ ശ്രമിക്കുന്ന വില്ലന്മാരാണ് തല്ലുമേടിക്കുന്നത്. അങ്ങനെ മലയാളത്തിൽ ആദ്യമായി ഒരു സ്റ്റണ്ട് സീൻ വേണമെന്ന് നിർമ്മാതാക്കൾക്ക് ഒരാഗ്രഹം തോന്നി. അന്ന് സ്റ്റണ്ട് മാസ്റ്റർ ഇല്ല. ചാക്കോച്ചൻ എന്നെ പറഞ്ഞ് ചൂട് കയറ്റി, എടാ അവൻ ഇടിച്ചാൽ ഇതിനെ തിരിച്ചിടിക്കണം. അതുപോലെ തന്നെ കോശി സാറ് ഞാനറിയാതെ നസീർ സാറിനെയും ഇതുപോലെ തന്നെ ഇത് ചെയ്തു. ഏതായാലും ശരി, ഒരു നിയന്ത്രണമില്ലാതെ എന്നെ പിടിച്ച് തള്ളിയിട്ടിട്ട് എൻ്റെ മൂക്കിനൊരു ഇടിയിടിച്ചു. സത്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നു, മൂക്കിൽ നിന്ന് രക്തം വന്നു. ഞാൻ താഴെ വീണു.
ചാക്കോച്ചൻ പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞു, ബ്ലഡി ഫോൾ എഴുന്നേറ്റ് അടിയടാന്ന് പറഞ്ഞു. ശരി, ഓക്കെ. ഞാൻ പടഞ്ഞ് എഴുന്നേറ്റു. പിന്നെ നടന്നത് അവസാനം ഞങ്ങളെ പിടിച്ചു മാറ്റുകയായിരുന്നു. രണ്ടുപേർക്കും തലയിൽ മുറിവ്, മൂക്കിൽ മുറിവ്, ചുണ്ടിൽ പൊട്ട്, മറ്റേ കുറച്ച്. ഇത് കാലത്തെ 9 മണിക്ക് ആരംഭിച്ചത് രാത്രി 9 മണി വരെ തുടർന്നു. സത്യം പറഞ്ഞാൽ വളരെയധികം ആയാസകരമായ ഒരു ഇതായിരുന്നു. അത് സജീവമായിട്ടും ആത്മാർത്ഥമായിട്ടും പങ്കെടുത്ത് അതിൻ്റെ ഫലം ദൈവം തന്നു. പടത്തിന് അതൊരു മുതൽക്കൂട്ടായി. വളരെ നാച്ചുറലായിട്ട് വന്നു. വളരെ നാച്ചുറലായിട്ട് വന്നു. ഒരു പക്ഷേ ആ ജയത്തിനുള്ള പ്രചോദനമായിരിക്കാം പിൽക്കാലത്തെ ഇടിപ്പടങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേകത ഉണ്ടായത്. ക്ഷമിക്കുക. അയ്യോ, അതല്ല, സാറിൻ്റെ സിനിമകളിൽ സ്റ്റണ്ട് അന്നൊക്കെ ഈ പറഞ്ഞവരെ ഞങ്ങളൊക്കെ കോരി തരിപ്പിച്ചിട്ടുള്ളതാണ് ആ കാലഘട്ടത്തിൽ. എന്തായാലും സാറിൻ്റെ ഇപ്പോൾ തുടക്കം പറഞ്ഞു, സിനിമയിൽ തുടക്കം പറഞ്ഞു. സാറ് ജനിച്ചത് ആലപ്പുഴയിലാണ് അല്ലേ? ഞാൻ ആലപ്പുഴക്കാരൻ. 1927 ഒക്ടോബർ 14-ാം തീയതി ആലപ്പുഴയ്ക്ക് സമീപം ആലപ്പുഴയുടെ വടക്കൻ അതിർത്തിയിലുള്ള പൂന്തപ്പ് എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. പിതാവ് ശ്രീ NL വർക്കി, മാതാവ് മറിയം വർക്കി. ഞങ്ങൾ 8 മക്കളായിരുന്നു. മൂത്ത സഹോദരി ഒരു അധ്യാപികയായിരുന്നു. രാത്രിയിൽ എണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിൽ കവിത അതിമനോഹരമായിട്ട് വായിക്കും. അന്ന് ഇതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയാൻ പാടില്ല. എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ട് അത് തിരിച്ച് നമുക്ക് ഒരു അനായാസമായിട്ട് ചൊല്ലാൻ സാധിക്കുന്ന രീതിയിൽ എന്തോ ഒരു അദൃശ്യമായ ശക്തി അന്ന് എനിക്ക് ലഭിച്ചിരുന്നു. ചിന്നും സൗഗന്ധ വായ്പിൽ പുലരിയരുളുമമ്മാരുതാഹ്വാനഗീരോ പൊന്നും കുക്കൂരമേലാൽ ചെറുകുരുവികൾ ചിതറിടും ചിറ്റുഗാനത്തിടമ്പോ ഉന്നിദ്രം കുക്കുടത്തിൻ കൊടുകുഴൽ വിളിയോ മറ്റൊലിക്കാതമോ ഒന്നും വയ്യല്ല ഇവരെ എളിയൊരു ശയ്യ വിട്ടെന്നുണർത്താൻ. അർത്ഥം അറിയാൻ പാടില്ല, പക്ഷെ ഇന്ന് ഓർത്തിരിക്കണ്ടല്ലോ സാർ. ഇന്ന് ഓർത്തിരിക്കുന്നു. ഇത് മാത്രമല്ല, അവരന്ന് അവിടെ ചൊല്ലിയിരുന്ന എല്ലാ കവിതകളും എൻ്റെ മനസ്സിലിരുന്ന് പ്ലോട്ടിംഗ് പേപ്പർ പോലെ പതിഞ്ഞിരുന്നു. അവർ അവസാന കാലത്ത് അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ മദ്രാസിലിരുന്നവരുടെ അരികിൽ ചെന്നു. അബോധാവസ്ഥയിൽ കണ്ണ് തുറന്ന് ഇതില്ല. ഞാൻ വിളിച്ചു, കണ്ണ് തുറന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അന്നേരം തോന്നിയത് ഒരു പഴയ കവിതയാണ് തോന്നിയത്, പെങ്ങൾ പഠിപ്പിച്ചത്. ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടു പോകയില്ല മർത്യനന്ത്യയാത്രയിൽ അഹന്ത കൊണ്ടഴുക്കുപറ്റിടാത്ത പുണ്യമൊന്നുതാൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. ഇന്നും എൻ്റെ കണ്ണ് നിറയുന്നു. അബോധാവസ്ഥയിൽ കിടന്നിരുന്ന എൻ്റെ പെങ്ങൾ കണ്ണു തുറന്നു. ആ കണ്ണുകളിൽ നിന്നും 2 വശത്തിലൂടെ കണ്ണുനീർ ഒഴിച്ചിറങ്ങി. അവരത് മനസ്സിലാക്കിയോ ഒന്നുമില്ല, കൈ നീട്ടി ഞാൻ കയ്യിൽ പിടിച്ചു. അതായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ ഇത്. ഒരു പക്ഷേ പിൽക്കാലത്ത് ഈ സിനിമാ രംഗത്ത് ഇത്രയേറെ എളിയ കഴിവുകൾ പ്രവർത്തിക്കാൻ സാധിച്ചത് ഇതുപോലൊരു പശ്ചാത്തലം ദൈവം എനിക്കുണ്ടാക്കി തന്നുകൊണ്ടാണ്.